ഋതു, ദേ ഇതേ ആ ദീപകിന്റെ പെട്ടിയാ. അവന്റെ ഡ്രസ്സും കൊണ്ടാ അവരാ പോക്ക് പോകുന്നത്. മകനെ പ്രാഗിക്കൊണ്ടുള്ള ആ പിശാചിന്റെ ഒരു ഡ്രാമ. മനോഹരമായൊരു ബോധം കടല്. അമ്മ വന്നോ? പിന്നെ വരാതിരിക്കോ? എന്റെ മകന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയാ ഇന്നു മുതൽ ഈ അമ്മയുടെ പ്രാർത്ഥന. അതെ, അമ്മയെ പെട്ടിയെടുത്തോണ്ട് പോരുന്ന ആരെങ്കിലും കണ്ടോ? അതൊക്കെ ആരെയും കാണിക്കാതെ കൊണ്ടുവരാൻ എനിക്കറിയില്ലേ. ഇലക്ഷൻ വരെ ഞാനും നീയും ബദ്ധശത്രുക്കളാ. അനന്തപിള്ള അല്ലാതെ ഈ തരികിട മറ്റാരും അറിയണ്ട. കണ്ടോ അമ്മയുടെ മോന്റെ അഭ്യാസം. ഇവനുണ്ടല്ലോ ഈ ദീപകിന് 8 നിലയിൽ ഇലക്ഷന് പൊട്ടിക്കണം, എന്നിട്ട് വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലാക്കണം. വർമ്മ സാറേ ഇലക്ഷൻ വർക്ക് മാനിപ്പുലേറ്റ് ചെയ്യില്ല. പക്ഷേ അനന്തംപിള്ള കാലന കാശ് വാരി എറിയും. അതുകൊണ്ട് ഈ ദീപക് എന്ന ഇഡിയറ്റിനെ തോൽപ്പിക്കാൻ ഇച്ചിരി പാടുപെടേണ്ടി വരും. വാ നമുക്ക് പോവാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, ഒരു ഇലക്ഷൻ പ്രചരണ ജാഥയാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാൽനട ജാഥയോ? കാൽനടയൊന്നും പ്രാക്ടിക്കൽ അല്ല. വായിച്ചി ഇവിടെ വന്നിരിക്കുക. നീ വിശദീകരിക്കുക. അതായത് വളരെ പെട്ടെന്നുള്ള ഒരു പ്രചരണ ജാഥ. അങ്ങ് മഞ്ചേശ്വരം മുതൽ കളിക്കവിള വരെ, പാറശാല വരെ ഒരു പെർഫെക്റ്റ് പ്രചരണ ജാഥ. അല്ല മോളെ, ഇലക്ഷൻ ഇനി അധിക ദിവസമൊന്നുമില്ലല്ലോ. ഇലക്ഷൻ പ്രചരണം നമ്മൾ ഇവിടെ നടത്തും, മാടപ്പള്ളി നിയോജക മണ്ഡലത്തില്. അച്ഛൻ KCPയുടെ നിയുക്ത മുഖ്യമന്ത്രിയല്ലേ. കേരളത്തിൽ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതികൾ അച്ഛൻ ഈ പ്രചരണ ജാഥയിലൂടെ വ്യക്തമാക്കണം, ജനങ്ങളോട് പറയണം. അതെന്തൊക്കെയാ? അച്ഛാ, അത് നമ്മുടെ പ്രകടന പത്രികയിൽ ഉള്ളത് തന്നെയാ. മീഡിയയോട് പറഞ്ഞതൊക്കെ. എങ്ങനെ? നല്ല ഐഡിയ അല്ലേ? നല്ല ആശയാണ്. നിന്റെ ഈ ഐഡിയകളെല്ലാം ഞാനന്തം പിള്ളയ്ക്ക് ചോർത്തും. അടുത്ത മുഖ്യമന്ത്രി എന്റെ മകനാ, ദീപക്.